المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കിതാബു തൗഹീദിൽ തൗഹീദിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് സംസാരിച്ചു. അത് മുഖേന പാപങ്ങൾ പൊറുക്കപ്പെടും. അതേപോലെ ആരാണോ തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നത്, യാഥാർത്ഥ്യവൽക്കരിക്കുന്നത്, അവർക്ക് വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗപ്രവേശനമുണ്ട്. ഈ രണ്ട് അധ്യായങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം അടുത്ത അധ്യായത്തിൽ മുസന്നിഫ് റഹിമഹുല്ല നൽകുന്നത് ബാബുൽ ഖൗഫി മിനശ്ശിർക്ക്, ഷിർക്കിനെ ഭയപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. തൗഹീദിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾ ഷിർക്കിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരാൾ പേടിക്കേണ്ട കാര്യങ്ങളിൽ വളരെ ഗുരുതരമായ ഗൗരവമുള്ള കാര്യമാണ് ഷിർക്ക്. നമ്മൾ കഴിഞ്ഞ അദ്ദാഉ വദ്ദവാ വായിച്ചപ്പോൾ അതിൽ ദീർഘമായി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല സംസാരിച്ചൊരു വിഷയമാണ് ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യം. തിന്മകളുടെ കാറ്റഗറികൾ, അതിൻ്റെ വലുപ്പച്ചെറുപ്പത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയുണ്ടായി, തിന്മ ഏറ്റവും ഗുരുതരമായി തീരുന്നത് എന്തിനാണോ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്, അത് തൗഹീദ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അതിന് നേർവിപരീതമായ ഒരു കാര്യം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഗുരുതരമായ തിന്മ. അപ്പൊ തൗഹീദിന് വേണ്ടി ഒരാൾ സൃഷ്ടിക്കപ്പെട്ടു, തൗഹീദിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതാകും ഏറ്റവും ഗുരുതരമായ കാര്യം. അപ്പൊ തിന്മകളുടെ വലുപ്പച്ചെറുപ്പം പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണോ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്, അതിന് നേർ വിപരീതമായ കാര്യങ്ങളാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഗൗരവം എന്ത് ചെയ്യും? വളരെ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഷിർക്കിനെ സംബന്ധിച്ച് പഠിക്കുകയും അതിനെ സംബന്ധിച്ച് ജാഗരൂകരാവുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ഷിർക്കിന്റെ അടിസ്ഥാനം ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാഹു അല്ലാത്തവരോട് അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരെ അല്ലാഹുവിനോട് സമപ്പെടുത്തുക എന്നുള്ളതാണ്.
അള്ളാഹുവിന് പ്രത്യേകമായിരിക്കുന്നതായ കാര്യങ്ങളിൽ, അള്ളാഹുവിന്റെ ഖസ്വായിസുകളിൽ, പ്രത്യേകതകളിൽ ഒരു സൃഷ്ടിയെ സൃഷ്ടാവായ അള്ളാഹുവിനോട് സമപ്പെടുത്തുക, ഇതിനാണ് ശിർക്ക് എന്ന് പറയുക. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, അല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. കുഫാറുകൾ അവരുടെ റബ്ബിനെ അവരെന്ത് ചെയ്തു? അതിന് സമമാക്കിയിട്ട് വേറെ പല ഇലാഹുകളെയും കൊണ്ടുവന്നു. അതായത് റബ്ബിനെ മാത്രം അവകാശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ റബ്ബല്ലാത്തവർക്ക് എന്ത് ചെയ്തു? നൽകി. ആഖിറത്തിൽ കുഫാറുകൾ പറയുന്ന അവർ സ്വീകരിച്ചിരിക്കുന്ന ആലിഹത്തുകളോട് പറയുന്ന ഒരു വാക്യം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. കുഫാറുകൾ, മുശ്രിക്കുകൾ അവർ ആരാധനകൾ അർപ്പിച്ച അവരുടെ ആരാധ്യരോട് നാളെ ആഖിറത്തിൽ പറയുന്നതാണ്, ഞങ്ങൾ എങ്ങനെയാണ് വഴി പിഴച്ച വ്യക്തമായ ദുർമാർഗത്തിലായത്? ഇദ് നുസവ്വീകും, ഞങ്ങൾ നിങ്ങളെ സമന്മാരാക്കിയപ്പോൾ, ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട്. അപ്പോ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇബാദാത്തുകൾ എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നമ്മൾ കഴിഞ്ഞുപോയ അധ്യായങ്ങൾ പറഞ്ഞതാണ്, ഒരു മനുഷ്യന്റെ മേലുള്ള ബാധ്യതയാണ്, അള്ളാഹുവിന്റെ അവകാശമാണ് ഇബാദാത്തുകൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ ഖസ്വായിസുകളിൽ പെട്ടതാണ്, അള്ളാഹുവിന്റെ അവകാശമാണത്. ഒരാൾ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് കൊടുത്തു. അവരെത്ര വലുപ്പമുള്ളവരാണെങ്കിലും, മലായിക്കത്തോ നബിയോ സ്വാലിഹോ അല്ലെങ്കിൽ ഏത് ആളുകളാണെങ്കിലും, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതിന് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ എന്തായി മാറി? അള്ളാഹുവിനെ വേറൊരാളെ അള്ളാഹുവിനോട് സമമാക്കുന്നതായി മാറി. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൽ, അതിന്റെ ഉടമസ്ഥത അവകാശത്തിൽ, അതിനെ നിയന്ത്രിക്കുന്നതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ട്? അള്ളാഹുവിന് തുല്യമാണ്, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇന്ന ഷെയ്ഖാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിയെ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യലായി? സമപ്പെടുത്തലായി മാറി. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ, എന്റെ കാഴ്ച അള്ളാഹുവിന്റെ കാഴ്ച പോലെയാണ്, എന്റെ കേൾവി അള്ളാഹുവിന്റെ കേൾവി പോലെയാണ് എന്നാൽ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ, ഗുണങ്ങളിൽ ആരെങ്കിലും എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിനോട് സൃഷ്ടികളുടെ സിഫാത്തുകളെ താരതമ്യം ചെയ്താൽ അത് വലിയ ശിർക്കായിപ്പെടും, മാറ്റപ്പെടും. അപ്പോ ശിർക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ സൃഷ്ടാവിനോട് എന്ത് ചെയ്യലാണ്? സമപ്പെടുത്തലാണ്. ഇമാം അൽ മഖരീസി അഷ്ശാഫിഈ റഹിമഹുല്ല പറഞ്ഞത് കാണാം, ഹഖീഖത്തു ശിർക്കി, ശിർക്കിന്റെ യാഥാർത്ഥ്യം എന്താണെന്നാൽ തഷ്ബീഹുൽ ഖാലിഖ് ബിൽ മഖ്ലൂഖ്, ഖാലിഖിനെ മഖ്ലൂഖിനോട് സമപ്പെടുത്തുക. വതഷ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ്, അല്ലെങ്കിൽ മഖ്ലൂഖിനെ ഖാലിഖിനോട് സമപ്പെടുത്തുക. എന്നിട്ട് ഇമാം മഖരീസി റഹ്മഹുല്ലാഹ് പറയാണ്, ഫഇന്നൽ മുശ്രിക, മുശ്രിക്കീങ്ങൾ, മക്കയിൽ ഉണ്ടായിരുന്ന കുഫാറുകൾ, അവർ എന്താണ് ചെയ്തത്? ഷബ്ബഹൽ മഖ്ലൂഖ ബിൽ ഖാലിഖ്, മഖ്ലൂഖിനെ, സൃഷ്ടിയെ സൃഷ്ടാവിനോട് അവരെന്ത് ചെയ്തു? തുല്യമാക്കി, സാദൃശ്യമാക്കി. ഫി ഖസായിസുൽ ഇലാഹിയ്യ, ഇലാഹിയത്തിന്റെ പ്രത്യേകതകളിൽ, അതായത് ഇബാദത്തിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്. അങ്ങനെ അള്ളാഹുവിനെ മാത്രം അർപ്പിക്കേണ്ട ഇബാദാത്തുകൾ എന്ത് ചെയ്തു? ലാത്തക്ക് കൊടുത്തു, ഉസ്സക്ക് കൊടുത്തു, മലായിക്കത്തിന് കൊടുത്തു, ജിന്നുകൾക്ക് കൊടുത്തു, അമ്പിയാക്കൾക്ക് കൊടുത്തു, സാലിഹീങ്ങൾക്ക് കൊടുത്തു. ഇതാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ചെയ്തത് എന്ന് ഇമാം മഖരീസി അഷ്ശാഫിഈ റഹിമഹുല്ല പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ഇങ്ങനെ സൃഷ്ടികളെ സൃഷ്ടാവിനോട് തുല്യപ്പെടുത്തലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ല ശിർക്കിനെ ഭയപ്പെടുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അവിടുന്ന് പറയുന്നു, ബാബുൽ ഖൗഫി ഫി ശിർക്കി വഖൗലിഹി തആല, ശിർക്കിനെ സംബന്ധിച്ച് ഭയപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. അതേപോലെ വഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്യത്തെക്കുറിച്ചും. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ ആയത്താണ് ഇവിടെ കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനോട് പങ്കു ചേർക്കപ്പെടുന്നതിനെ അവൻ പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക്, അതല്ലാത്തതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ,
അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. ഇത് വളരെയധികം ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ടതായ ആയത്താണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അവനിൽ പങ്കു ചേർക്കപ്പെടുന്നതിനെ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ലാ യഗ്ഫിറു ലിഅബ്ദിൻ ലഖിയഹു വഹു മുശ്രിക്, മുശ്രിക്കായതായ നിലയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നയാൾ. ഒരാൾ ശിർക്ക് ചെയ്തു, തൗബ ചെയ്തില്ല, തൗബ ചെയ്യാതെ മരണപ്പെട്ടു, അങ്ങനെ മുശ്രിക്കായ നിലയിൽ ആരെങ്കിലും മരിച്ചു പോയാൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, ആഖിറത്തിലെത്തിയാൽ അവന് പിന്നീട് മാപ്പില്ല. ഒരാൾ ശിർക്ക് ചെയ്തു, അതിനുശേഷം അവൻ പശ്ചാത്തപിച്ചു, തൗബ ചെയ്തു, തൗഹീദിലേക്ക് മടങ്ങി, അള്ളാഹുവിന് പുറമെ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്തയാളാണ്, അല്ലെങ്കിൽ ഖബറുകൾക്ക് പൂജകൾ അർപ്പിച്ചയാളാണ്, അവിടെ തവാഫ് ചെയ്തയാളാണ്, അതിന്റെ മുന്നിൽ സുജൂദുകൾ ചെയ്തയാളാണ്, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസകൾ അർപ്പിച്ചയാളാണ്. അവന് കാര്യം ബോധ്യപ്പെട്ടു, അവൻ മടങ്ങി, തൗബ ചെയ്തു, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു, മടങ്ങി, അള്ളാഹുവിന് മാത്രം ഇബാദാത്തുകൾ അർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. എന്നാൽ അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. ശിർക്കാണ് ഒരാൾ ചെയ്തെങ്കിൽ പോലും തൗബ ചെയ്താൽ എന്ത് ചെയ്യും? അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പോ ശിർക്കല്ലാത്ത അതിന് താഴെയുള്ളത് അവൻ ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരാൾ വ്യഭിചരിച്ചു, മദ്യപിച്ചു, കൊലപാതകം നടത്തി, ഇങ്ങനെ പാപങ്ങൾ ചെയ്തു പോയാലും തൗബ ചെയ്യാതെയാണ് അവൻ മരണപ്പെട്ടതെങ്കിൽ പോലും ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്തേക്കും? പുറത്തു കൊടുത്തേക്കും. ചിലപ്പോ ശിക്ഷയില്ലാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം. അത് അള്ളാഹുവിന്റെ ഫضലിൽപ്പെട്ടതാണ്, അവന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അവൻ കാലാകാലം തൗഹീദുള്ളവനാണ് എങ്കിൽ കാലാകാലം എന്താവൂല? നരകത്തിൽ കിടക്കൂല. അള്ളാഹുവിന് എന്ത് ചെയ്യും? പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. എന്നാൽ ശിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവൻ എന്തില്ല? മഗ്ഫിറത്തില്ല. പിന്നീട് അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിക്കാൻ യാതൊരു വകയുമില്ല. അവൻ കാലാകാലം എന്തായിരിക്കും? നരകാവകാശിയായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ശിർക്കിന് താഴെയുള്ള കാര്യങ്ങൾ അത് അള്ളാഹുവിന്റെ മശിഅത്തിലാണ്, അള്ളാഹുവിന്റെ തീരുമാനത്തിലാണ്. ഇൻശാഅ ഗഫറഹു ലിമൻ ലഖിയഹു ബിഹി, ഒരാൾ എന്ത് ചെയ്തു? തൗബ ചെയ്യാതെ മറ്റുള്ള പാപങ്ങൾ ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ ഒരുപക്ഷെ അള്ളാഹു അവൻ എന്ത് ചെയ്തേക്കും? പുറത്തു കൊടുത്തേക്കും. ഇൻശാഅ അദബ, വേറെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കും? അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്തേക്കും. അപ്പോ ശിർക്ക് എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതിന് നല്ല രീതിയിൽ പേടിക്കണം എന്ന് ചെയ്യുന്നുണ്ട്, ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ കലാകാലം അവന്റെ സൗഖ്യത്തെ ബാധിക്കുന്ന, അവന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മരണത്തിന് ശേഷമാണ് ഒരാളുടെ ജീവിതം യഥാവിധം ആരംഭിക്കുക. വഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ, ആഖിറമാണ് യഥാർത്ഥത്തിൽ എന്ത്? ജീവിതം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അതിൽ കലാകാലം നഷ്ടക്കാരനായി മാറുക, ഇടതടവില്ലാതെ ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കാൻ, അതിന് വിധേയനാവുക എന്നുള്ളത് എത്ര ഗുരുതരമായ കാര്യമാണ്. അപ്പൊ ശിർക്കുമായി കൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ കലാകാലം നരകത്തിന് അവകാശിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ നരകത്തിന് അവകാശിയാക്കി മാറ്റുന്ന ശിർക്കിനെ സംബന്ധിച്ച് അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല രീതിയിൽ പേടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത് പരിശുദ്ധ ഖുർആനിന്റെ മറ്റ് ധാരാളം ആയാത്തുകളിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു ആശയം തന്നെയാണ്. വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലു, ഖുർആൻ പറയുന്നതാണ്. ആരെങ്കിലും ഈമാനിനെ നിഷേധിച്ചാൽ, അതായത് ഈമാൻ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ അവന്റെ അമലുകൾ എന്തു ചെയ്യും? പൊളിഞ്ഞു പോകുമെന്നാണ്. അവൻ എത്ര വലിയ അമലുകൾ ചെയ്തവനാണെങ്കിലും അവന്റെ അമലുകൾ എന്ത് ചെയ്യും? ഒന്നടങ്കം പൊളിഞ്ഞു പോകും, നിരർത്ഥകമാകും, ഫലശൂന്യമായി പോകും. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരെങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവർ ചെയ്തിരിക്കുന്ന അമലുകൾ അഖിലും എന്ത് ചെയ്യും? പൊളിഞ്ഞു പോകും എന്ന് അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, നബിയെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ താങ്കളുടെ അമലുകൾ മുഴുവനും എന്താകും?
ബാത്തിലാകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. അപ്പൊ അമലുകൾ മുഴുവൻ ബാത്തിലാക്കി കളയുന്ന, ചിലപ്പോൾ ധാരാളം നമസ്കരിച്ചവനാകാം, നോമ്പെടുത്തവനാകാം, സക്കാത്തും സദഖയും കൊടുത്തവനാകാം, സമ്പത്ത് ധാരാളം ചെലവഴിച്ച് ഹജ്ജ് ചെയ്തവനാകാം, ഉംറകൾ ചെയ്തവനാകാം. ഒരാൾ മരിക്കുന്ന സമയത്താണ് ശിർക്ക് ചെയ്യുന്നത്. അതിനു മുമ്പ് വരെയും അവൻ ധാരാളം ഇബാദത്തുകൾ അർപ്പിച്ചിട്ടുണ്ട് എന്നും കൂട്ടിക്കോ. എന്നാൽ പോലും അവസാനം ശിർക്കുമായിട്ടാണോ മരിക്കുന്നത്, അവന്റെ അമലുകൾ മുഴുവൻ ഉണ്ടാകും, ബാത്തുലായി പോകും. അത് നിരർത്ഥകമായി നശിച്ചു പോകുന്നതാണ്. ഇത് ഖുർആനിൽ വേറെയും ധാരാളം ആയാത്തുകളിൽ പഠിപ്പിക്കുന്ന ഒരാശയമാണ്. അപ്പോൾ ഷിർക്കിനെ പേടിക്കുന്നതിന്റെ അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് എത്രയധികം ഒരു മനുഷ്യൻ ഷിർക്ക് എന്നിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നതിനെ പേടിക്കണം എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ആയത്ത്. ഷിർക്കല്ലാത്തതായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. നബിയെ, എന്റെ അടിയാറുകളോട് താങ്കൾ പറയുക, എങ്ങനെയുള്ള അടിമകളാണ്? അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, പാപങ്ങളിൽ ഇസ്രാഫ് കാണിച്ച ആളുകൾ. പാപം ചെയ്ത് എപ്പോഴെങ്കിലും പാപം ചെയ്തു പോയ ആളല്ല. അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് നിരന്തരം പാപം ചെയ്ത ആളുകൾ. അപ്പൊ അതിന് വിട്ടുകൊണ്ട് എത്രയധികം പാപം ചെയ്തവരാകട്ടെ, അവരോട് പറയുക, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. ഇതിലെ ശിർക്കും പെടും. ഒരാൾ ശിർക്ക് ചെയ്തു, അവൻ എന്ത് ചെയ്തു? തൗബ ചെയ്താൽ അത് ഇതിൽ പെടും. അതേപോലെ തന്നെ മറ്റുള്ള പാപങ്ങളും ചെയ്തു പോയ ആൾ നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അത് പൊറുക്കുന്നതാണ് എന്ന് പറഞ്ഞേക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അപ്പൊ ഇത് എന്താണ്? ഷിർക്കിന്റെ ഗൗരവത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി മുസന്നിഫ് റഹിമഹുല്ലാ ഷിർക്കിനെ പേടിക്കാൻ അതിന് തെളിവായി കൊണ്ടുവന്നിരിക്കുന്ന ആയത്ത് ഇതാണ്. ഇത് ഓരോ ആളുകളും മനഃപ്പാഠമാക്കേണ്ട, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട, ചെറിയ കുട്ടികളെ അടക്കം എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ഷിർക്ക് പൊറുക്കപ്പെടാത്തതായ പാപമാണ്, അത് അതിഗുരുതരമായ ദുൽമാണ്, അക്രമമാണ് എന്ന് നമ്മുടെ ചെറിയ കുട്ടികളെ അടക്കം എന്ത് ചെയ്യണം? മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്കം പഠിക്കേണ്ട, പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ കാലത്ത് എന്താണോ ഷിർക്ക്, ആ ഷിർക്കിനെ തൗഹീദായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലമാണ്. എന്തിനാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കപ്പെട്ടത്? തൗഹീദ് പഠിപ്പിക്കാനാണ്. പക്ഷേ തൗഹീദ് പറയുന്ന ആളുകൾ അവർ അഹ്ലുസുന്നയിൽ വ്യതിചലിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നിട്ട് ഷിർക്ക് തൗഹീദായിട്ട് എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കപ്പെടുന്നു. അതിന്റെ പിന്നാലെ ധാരാളം ആളുകൾ കൂടുന്നു. അവിവേകം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് അതിന്റെ പിന്നാലെ പെട്ടുപോയിരിക്കുന്ന ധാരാളം ആളുകളാണ്. നമ്മുടെ ഓരോ അറിവിലും ഉണ്ടാകും. സുഹൃത്ത് ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ, അയൽവാസികളിൽ ഇതിന്റെ ഗുരുതരമായി അപകടത്തിൽ പെട്ടുപോയിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ കൊടുക്കുന്ന അവസ്ഥ വളരെ വിപുലമായി, വ്യാപകമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായി പേടിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം മുസന്നിഫ് റഹിമഹുല്ല കൊണ്ടുവരുന്നത് മറ്റൊരു തെളിവാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വഖാലൽ ഖലീലു അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ല ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ദുആ ചെയ്തു എന്ന് പറയാതെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്നാ പറഞ്ഞത്. ഖലീൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗം കൂടിയിട്ടാണ്. അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യരിൽ രണ്ടുപേരാണ് ആര്? ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമും മറ്റൊന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും അള്ളാഹുവിന്റെ ഖലീലുകളാണ്. അതാണ് അള്ളാഹുമായുള്ള ബന്ധത്തിൽ ഏറ്റവും ഉന്നതമായ ബന്ധം. ഖുല്ലത്തിന്റെ പദവിയാണ്. അതൊരാളുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ആ ഒരു പദവിയിലേക്ക് വേറൊരാൾക്ക് കയറാൻ പറ്റൂല. അത്രയ്ക്കും ഉന്നതമായ പദവിയാണത്.
അപ്പോ ഖലീലായ അള്ളാഹുവിന് ഏറ്റവും അടുത്ത, അള്ളാഹുവിന്റെ വഹദാനീയത്തിനെ, ഏകത്വത്തെ ജീവിതത്തിലുടനീളം പ്രബോധനം നടത്തിയ, അതിനുവേണ്ടി ധാരാളം ത്യാഗങ്ങൾ സഹിച്ച, വീട് വിട്ടിറങ്ങേണ്ടി വന്നു, നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്ന വലിയ വലിയ പീഡനങ്ങൾ, ഹിജ്റ ചെയ്യപ്പെടേണ്ട ധാരാളം പീഡനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു വേള വിഗ്രഹങ്ങളെ വരെയും എന്ത് ചെയ്യേണ്ടി വന്നു? ഉടച്ചു കളഞ്ഞു സ്വന്തം കരങ്ങൾ കൊണ്ട്. ഇതിന്റെ നിരർത്ഥകത ഇങ്ങനെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതായ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, ദുആ ചെയ്യുകയാണ്, വജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നത്? വജുനുബിനി, അല്ലാഹുവേ എന്നെ നീ ഒരു ജംബിലാക്കണം. ജൻബ് എന്ന് പറഞ്ഞാൽ അരിക്, ഒരു വശം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ വജുനുബിനി, എന്നെ നീ ഒരു സൈഡിലാക്കണം. വബനിയ, എന്റെ മക്കളെയും. എന്തിനെ തൊട്ട്? അൻ നഅബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട്. അപ്പൊ വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവും പാടില്ല. അത് വേറൊരു ഭാഗത്തായിരിക്കണം, ഞങ്ങൾ വേറൊരു ഭാഗത്തായിരിക്കണം. അതിലേക്ക് നീ ഞങ്ങൾ അടുപ്പിക്കരുതേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവിങ്കിൽ നിന്ന് വഹയി ലഭിക്കുന്ന, അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്ത, തൗഹീദിനു വേണ്ടി വലിയ രീതിയിൽ സേവനമനുഷ്ഠിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ശിർക്ക് വളരെ ഗുരുതരമാണ്. ശിർക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. അത് വളരെ അപകടം പിടിച്ചതാണെന്നുള്ള ബോധം കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. ഇമാം ഇബ്രാഹിം ഉത്തൈമി റഹിമഹുല്ല പറഞ്ഞത് കാണാം, വമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിമിന് ശേഷം ആർക്കാണ് ഈ മുസീബത്തിനെ, ഈ അപകടത്തെ സംബന്ധിച്ച് നിർഭയനായിരിക്കാൻ സാധിക്കുക? ഇബ്രാഹിം അലൈഹിസ്സലാം വരെയും ഇതിന് പേടിക്കുന്നു, നിർഭയനായിരിക്കുന്നില്ല, പേടിക്കുകയാണ്, ഭയപ്പെടുകയാണ്, ശിർക്ക് എന്നിലേക്ക് കടന്നു വരുമോ എന്ന്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആർക്കാണ് ഇനി നിർഭയനായിട്ടിരിക്കാൻ സാധിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിലും ഇത് കാണാം. കുഫറിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്? നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിനോട്. ശരിയായ വഴിയിൽ തെറ്റിപ്പോകുന്നതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ പെട്ടതാണ്. അപ്പൊ ഇത് വളരെ ഗുരുതരമായിരിക്കുന്ന കാര്യമാണ്. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ ഈ പ്രാർത്ഥന അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച പ്രാർത്ഥനയായിട്ട്. വജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. സ്വനം എന്ന് പറഞ്ഞാൽ മാ കാന മൻഹൂതൻ അലാ സൂറ, ഒരു രൂപത്തിന്റെ മേൽ ഒരു കുത്തി ഉണ്ടാക്കപ്പെട്ടതിന്. ചിലപ്പോൾ മനുഷ്യരുടെ രൂപമായിരിക്കാം, അല്ലെങ്കിൽ മൃഗങ്ങളുടെ രൂപമായിരിക്കാം. ഏതെങ്കിലും ഒന്നിന്റെ രൂപം ഉണ്ടാക്കി ആ രൂപത്തെ എന്ത് ചെയ്യുക? ഇബാദത്ത്. അങ്ങനെയുള്ള രൂപങ്ങൾക്കാണ് എന്തെന്ന് പറയുക? സ്വനം എന്ന് പറയുക. അതേപോലെ തന്നെ വസൻ ഉണ്ട്, വസൻ. അതും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എല്ലാം പഠിപ്പിച്ചിരിക്കുന്നതാണ്. വസൻ എന്ന് പറഞ്ഞാൽ മാ കാന മൻഹൂതൻ അലാ ഗൈരി ദാലിക്, അതിന് പ്രത്യേകമായ രൂപങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതൊരു കുറച്ചുകൂടി ആമായ വ്യാപകമായ അർത്ഥമുള്ളതാണ്. വിഗ്രഹങ്ങൾക്കും ഈ രൂപത്തിൽ കുത്തപ്പെട്ടതിനും എന്തെന്ന് പറയും? വസൻ എന്ന് പറയും. അതല്ലാത്ത ഖബറുകൾക്കും വസൻ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തല്ലോ, എന്റെ ഖബറിനെ എന്ത് ചെയ്യരുത്? ആരാധിക്കപ്പെടുന്ന വസനാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോ വസന എന്ന് പറഞ്ഞാൽ രൂപമുള്ള, നിവർത്തി വച്ചിരിക്കുന്ന വിഗ്രഹം തന്നെയാകണമെന്നില്ല. അതൊരു പക്ഷേ വൃക്ഷമാകാം, അല്ലെങ്കിൽ രൂപമില്ലാത്ത വെറും കല്ലുകളാകാം, അല്ലെങ്കിൽ ഖബറുകളാകാം. ഇതെല്ലാം ഇതിൽപ്പെടും, ഈ പറയുന്നതായ വസനിൽപ്പെടും. അപ്പൊ ഇവിടെ സ്വനമുകളെ തൊട്ട്, അതിനെ ആരാധിക്കുന്നതിനെ തൊട്ട് എന്നെയും എൻ്റെ മക്കളെയും അള്ളാഹുവെ നീ അകറ്റണമേ, അതിനെ തൊട്ട് വിദൂരത്താക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു തെളിവ് മുസന്നിഫ് റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നു. വഫിൽ ഹദീസി, ഹദീസിലുണ്ട്, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ ഫസുഇല അൻഹു ഫഖാല റിയ. മുസന്നിഫ് റഹിമഹുല്ലാഹ് ഒരു ഹദീസിന്റെ ചെറിയൊരു ഭാഗം അവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. ഹദീസ് ഇമാം
അഹ്മദ് റഹിമഹുല്ല, ഇമാം തുബറാനിയും ബൈഹഖിയുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിന്റെ പൂർണ്ണമായ രൂപം ഇങ്ങനെയാണ്: അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത്, നിങ്ങളെ ബാധിക്കുമെന്ന് എനിക്ക് ഭയമുള്ള വ്യത്യസ്ത കാര്യങ്ങളുണ്ട്, അതിൽ ഏറ്റവും അധികം ഞാൻ ഭയപ്പെടുന്നത് അശ്ശിർകുൽ അസ്ഗർ. എന്താണ്? ഷിർകുൽ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ് എന്ന് പറഞ്ഞു. അപ്പോ സ്വഹാബികൾ ചോദിച്ചു, ഖാലു വമശ്ശിർകുൽ അസ്ഗറു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ചെറിയ ഷിർക്ക്? അപ്പൊ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരിയാ, അത് റിയാ ആണ്, ലോകമാന്യതയാണ്, പ്രകടനപരതയാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അള്ളാഹുവിന് കൊടുക്കേണ്ട നിഷ്കളങ്കമായി ചെയ്യേണ്ട ഇബാദാത്തുകൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രശസ്തിക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചെയ്യുക, ഇതാണെന്ന് പറഞ്ഞു. യഖൂലുല്ലാഹു തആല യൗമൽ ഖിയാമത്തി ഇദാ ജസന്നാസ ബിഅമാലിഹിം, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് അവർ ചെയ്തിരിക്കുന്ന അമലുകൾക്ക് പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ, ദുനിയാവിൽ നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ അമലുകൾ ചെയ്തത് അവരുടെ അടുക്കലേക്ക് പോകൂ. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാ, അവരുടെ അടുക്കൽ എന്തെങ്കിലും പ്രതിഫലമുണ്ടോ എന്ന് പോയി നോക്കൂ. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇബാദത്തുകൾ അർപ്പിച്ചത്, അവരുടെ അടുക്കൽ ചെന്ന് ചോദിക്കൂ നിങ്ങളുടെ പ്രതിഫലം എന്താണ് എന്ന് അവരോട് പറയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഷിർകുൻ അസ്ഗറിനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പീഡിക്കുകയാണ്. ഇത് ആരുടെ മേലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിച്ചത്? സ്വഹാബികളോടാണ് ഇത് പറയുന്നത്. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങളുടെ മേൽ. ആരുടെ മേൽ? സ്വഹാബികളുടെ മേൽ. ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ ദറജയിൽ നിൽക്കുന്നവരാണ് സ്വഹാബികൾ, ധാരാളം അമലുകൾ ചെയ്യുന്നവരാണ് സ്വഹാബികൾ. ആ സ്വഹാബികളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. നിങ്ങളിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നത് എന്താണ്? ചെറിയ ശിർക്കാണ്. അപ്പോ സ്വഹാബികളെക്കാൾ വളരെ പിന്നിലായി, ഈമാൻ കൊണ്ട്, അമലുകൾ കൊണ്ട് വളരെ പിന്നിൽ നിൽക്കുന്ന, ധാരാളം പാപങ്ങൾ ചെയ്യുന്ന നമ്മെ പോലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അപ്പോ ശിർക്കും അതിനേക്കാൾ വലിയ, ചെറിയ ശിർക്കല്ല, അതിനേക്കാൾ വലിയ ഗുരുതരമായ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പേടിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംല്, നിങ്ങളിലുള്ള ശിർക്ക് അത് ഉറുമ്പ് ഇഴയുന്നതിനേക്കാൾ, ഉറുമ്പിങ്ങനെ നടന്നു പോകുന്നത് എത്ര ഗോപ്യമായിട്ടാണോ, രഹസ്യമായിട്ടാണോ, അതിനേക്കാൾ ഗോപ്യമായി കൊണ്ടായിരിക്കും നിങ്ങളിൽ നിന്നുണ്ടാവുക ശിർക്ക് സംഭവിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ എന്താണ്? ശിർക്ക് വളരെ ഗോപ്യമായി കൊണ്ട് എന്ത് ചെയ്യും? വരും എന്നാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നാണ്, ഖാല അബൂബക്കറിൻ യാ റസൂലല്ലാഹ് വഹലിശ് ശിർകു ഇല്ലാ മാ ഉബിദ മിൻ ദൂനില്ലാഹ് ഔ മാ ദുഇയ മഅല്ലാഹ്, ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുക എന്നുള്ളതല്ലേ, മറ്റുള്ളവരെ അല്ലെങ്കിൽ അള്ളാഹുവിനോട് കൂടെ വേറെയുള്ള ആളുകൾക്ക് ദുആ ചെയ്യുക എന്നുള്ളതല്ലേ, അതല്ലേ ശിർക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സകിലതക ഉമ്മുക് അശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംല്, നിങ്ങളിലുള്ള ശിർക്ക് എന്താണ്? അപ്പോ നേരത്തെ പറഞ്ഞ വളരെ പ്രകടമായ ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനോടുകൂടെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, റസൂലേ എന്റെ പാപങ്ങൾ പൊറുക്കണമേ, ബദരീങ്ങളെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, നിങ്ങളല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല, ഞങ്ങളെ കൈവടിയല്ലേ എന്ന് അള്ളാഹു അല്ലാത്തവരോട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. ഇത് പ്രകടമായ ശിർക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് എന്താണ്? പ്രകടമായ ശിർക്കാണ്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നുള്ളത്. അല്ല എങ്കിൽ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുക പ്രകടമായതാണ്. എന്നാൽ നിങ്ങളിൽ എന്ത് ചെയ്യും? ഗോപ്യമായ, ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ എന്ത് ചെയ്യും? ഗോപ്യമായ ശിർക്ക് നിങ്ങളിൽ ഉണ്ടാകും. അതിൽ കാണാം, അൻ തഖൂൽ അഅതാനില്ലാഹു വഫുലാനുൻ, അള്ളാഹുവും അവനുമാണ് എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്തി തന്നത്, അള്ളാഹും ഇന്നയാളുമാണ് എനിക്ക് തന്നത്. അള്ളാഹുവിനോട് ചേർത്ത് എന്ത് ചെയ്യുക? ഒരു അനുഗ്രഹത്തെ വേറൊരാളിലേക്കും ചേർത്ത് പറയുക. അള്ളാഹുവും പിന്നെ നീയും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് ഒരാളെന്ന് പറയുന്നു, അള്ളാഹു നീയുമാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയുന്നത് എന്താണ്?
അത് ശിർക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുകയാണ്. ചെറിയ ശിർക്കിൽപ്പെട്ടതാണ്. ചെറിയ ശിർക്കാകുന്നത് ഇത് അറിയാതെ പറഞ്ഞാലാണ്. അള്ളാഹുവിനെ, ഈ മനുഷ്യനെ അള്ളാഹുവിലേക്ക് സമനാക്കുക എന്നുള്ള നെയ്യത്തിലല്ല ഇവനിത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിലാണ് എന്താവുക? ചെറിയ ശിർക്കാവുക. നേരെ മറിച്ച് ഇവനെ അള്ളാഹുവിനോട് തുല്യനാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവനിത് പറഞ്ഞതെങ്കിലോ അത് വലിയ ശിർക്കായി മാറും. പലപ്പോഴും ഇത് പറയുമ്പോൾ ആളുകൾ പറയുന്നത് എന്താണ്? ഇത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകണമല്ലേ, നമ്മൾ ഇവരെ ഇലാഹുകളായിട്ട് കണ്ടുകൊണ്ട് പറയുന്നതല്ലല്ലോ, സാധാരണ വാക്കുകളിൽ സംഭവിച്ചു പോകുന്നതല്ലേ. അതെ, സാധാരണ വാക്കുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് എന്തായി മാറിയത്? അത് ചെറിയ ശിർക്കായി മാറിയത്. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരപ്പെടുത്തേണ്ട കാര്യമല്ല. വലിയ ശിർക്ക് കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്നതാണെന്ത്? ചെറിയ ശിർക്ക്. അതിന്റെ താഴെയാണ് കൊലപാതകം വരുന്നത്, അതിന്റെ താഴെയാണ് വ്യഭിചാരം വരുന്നത്, അതിന്റെ താഴെയാണ് മദ്യപാനം വരുന്നത്, പലിശ വരുന്നത്, സിഹർ വരുന്നത്. ഇതെല്ലാം അതിന്റെ താഴെയാണ് വരുന്നത്. അപ്പോ ചെറിയ ശിർക്ക് എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശിർക്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അഅ്താനില്ലാഹു ഫുലാനുൻ, അള്ളാഹും അവനും എന്ന് പറയാൻ പാടില്ല. അതുപോലെ വന്നിദ്ദു അയ്യഖൂലൽ ഇൻസാൻ ലൗലാ ഫുലാനുൻ ഖതലനി ഫുലാനുൻ, അവനില്ലാതിരുന്നെങ്കിൽ അവൻ എന്നെ കൊന്നുകളഞ്ഞേനെ. അള്ളാഹു ഇല്ലാതിരുന്നെങ്കിൽ എന്നാണ് പറയേണ്ടത്. അപ്പോ എന്താണ്, ചില ആളുകൾ ഇപ്പോൾ നമ്മുടെ അനുഭവത്തിലൊരു കഥ പറയാം. ഒരിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരു ഉസ്താദിന്. അപ്പോൾ എന്ത് ചെയ്യാണ്, അതുമായി സംസാരിച്ചു വന്നപ്പോൾ അയാൾ പറയാണ് മടവൂര് രക്ഷപ്പെടുത്തി. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഉസ്താദ് മറ്റൊരാളുമായിട്ടുള്ള സംസാരത്തിലാണ് അത് പറഞ്ഞു, അള്ളാഹു കാത്തു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീണ്ടും പറയാണ് മടവൂരുള്ളതിന് രക്ഷപ്പെടുത്തി എന്ന് പറയാണ്. എത്ര ഗുരുതരമായ കാര്യമാണ് ഇത്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവനില്ലായിരുന്നുവെങ്കിൽ അവൻ എന്നെ കൊന്നേനെ, അള്ളാഹു ഇല്ലാതിരുന്നുവെങ്കിൽ എന്ന് പറയണം. അത് പറഞ്ഞ് പഠിക്കണം. പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യലുണ്ട്, നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയലുണ്ട്. പക്ഷേ തൗഹീദ് എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. നമ്മുടെ ചെറിയ കുട്ടികളെ അടക്കം അത് പറഞ്ഞ് പരിശീലിപ്പിക്കണം. അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്, അള്ളാഹുവെയാണ് മുകളിൽ വെക്കേണ്ടത് എന്ന് ചെറിയ കുട്ടികളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പറഞ്ഞാലും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, അവിചാരിതമായിട്ട് ചിലപ്പോൾ സംഭവിച്ചു പോയേക്കാം. അതുകൊണ്ടാണ് എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. തൗഹീദിനെ കുറിച്ചുള്ളതായ ചർച്ച അവസാനിപ്പിക്കാൻ പാടില്ല, അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോ ഇത് ചെറിയ ശിർക്കിൽപ്പെട്ട കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, വിശദീകരിച്ചു കൊടുക്കുകയാണ്. ചെറിയ ശിർക്കിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അതിവൻ മനഃപൂർവ്വമല്ലാതെ അള്ളാഹുവിനോട് പകരക്കാരനാക്കുക എന്നുള്ള ഉദ്ദേശമില്ലാതെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ അതാണെന്ത്, ചെറിയ ശിർക്ക്. അതല്ല അള്ളാഹുവിനെ പകരക്കാരനാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവനിത് പറഞ്ഞതെങ്കിൽ വലിയ ശിർക്ക് തന്നെയാണ്. അപ്പോ ശിർക്ക് വളരെ അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഈ ഉമ്മത്തിന്റെ മേല് ഭയപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ ഈ ഹദീസ് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. എന്താണ്? ശിർക്ക് ചെറുതുമുണ്ട് വലുതുമുണ്ട്. ശിർക്കുൻ അസ്ഗറിന് നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്ന ഏറ്റവും ഗുരുതരമായ കാര്യമാണെന്ന് പറയുമ്പോൾ ചെറിയ ശിർക്കുമുണ്ട് വലിയ ശിർക്കുമുണ്ട് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലെ പല ആയാത്തുകളും എന്ത് ചെയ്യുന്നുണ്ട്, അതിന് എന്ത് ചെയ്യുന്നതാണ്, തെളിവ് നൽകുന്ന ആയാത്തുകളുണ്ട്. ഷിർക്കുൻ അക്ബറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ ഷിർക്കുൻ അക്ബർ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്തു പോകും. കലാകാലം അവൻ നരകത്തിന്റെ അവകാശിയായി മാറും. ചെറിയ ഷിർക്കാണ് ചെയ്യുന്നത് എങ്കിൽ അത് മുഖേന അവൻ ഇസ്ലാമിൽ നിന്ന് എന്ത് ചെയ്യൂല, പുറത്തു പോവുകയില്ല. കലാകാലം അവൻ നരകത്തിന്റെ അവകാശിയാണ് എന്നെന്ത് ചെയ്യാനും പറ്റൂല, പറയാനും പറ്റുകയില്ല. അതേപോലെ തന്നെ വലിയ ഷിർക്കാണ് എങ്കിൽ അവന്റെ എല്ലാ അമലുകളും ബാത്തിലായി പോകും. അവൻ എന്ത് ചെയ്തു, ഷിർക്ക് ചെയ്തു, വലിയ ഷിർക്ക് ചെയ്തു. എന്നാൽ ആ അമലിനെ മാത്രമല്ല അത് ബാധിക്കുക, അവൻ അവന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന സകല അമലുകളും എന്ത് ചെയ്യും, പൊളിഞ്ഞു പോകും. അവന്റെ നമസ്കാരങ്ങളും നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം പൊളിഞ്ഞു പോകും. ചെറിയ ഷിർക്ക് ഒരാൾ സംഭവിച്ചു, ഒരാൾ നമസ്കരിക്കുമ്പോൾ വേറൊരാൾ കാണാൻ വേണ്ടിയിട്ടാണ് നമസ്കരിച്ചത്, ആ നമസ്കാരം എന്താകും, പൊളിഞ്ഞു പോകും. അവന്റെ എല്ലാ നമസ്കാരവും പൊളിഞ്ഞു പോയി എന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റുകയില്ല. അപ്പോൾ ചെറിയ ഷിർക്കും വലിയ ഷിർക്കും ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്,
ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ ശിർക്ക് സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞുവെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നമ്മളിൽ അത് എത്ര ഗുരുതരമായിട്ട് നാം പേടിക്കണം, ജാഗരൂകത പാലിക്കണം എന്നതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അത് പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും മുസന്നിഫ് റഹിമഹുല്ല മറ്റൊരു തെളിവ് ശിർക്കിനെ എന്തുകൊണ്ട് പേടിക്കണം എന്നതിനെ സംബന്ധിച്ച് പറയുകയാണ്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖല അന്നാർ. ആരെങ്കിലും ഒരാൾ മരിക്കുന്നു, ഏതവസ്ഥയിലാണ് അവൻ മരിക്കുന്നത്? വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദ, അല്ലാഹുവിന് പുറമെ ഒരു നിദ്ദിനോട് ദുആ ചെയ്തവനായിട്ടാണ് അവൻ മരിക്കുന്നത്. അപ്പൊ ദുആ ചെയ്യേണ്ടത് ആരോട് മാത്രമാണ്? അള്ളാഹുവിനോട് മാത്രമാണ്. അള്ളാഹുവിനോട് കൊടുക്കേണ്ട ദുആഇനെ വേറൊരാൾക്ക് കൊടുത്താൽ ഇവൻ എന്ത് ചെയ്തു? അള്ളാഹുവിനെ നിദ്ദിനെ ഉണ്ടാക്കി, അതായത് സമനെ ഉണ്ടാക്കി, പകരക്കാരനെ ഉണ്ടാക്കി. ചില ആളുകൾ ഇത് പറയുമ്പോൾ പറയും, ഞങ്ങൾ അവർ നിദ്ദാണെന്ന് കണക്കാക്കുന്നില്ല, പകരക്കാരനായിട്ട് ഞങ്ങൾ നിദ്ദിനെ ഉണ്ടാക്കുക എന്നല്ല പറയും, ഞങ്ങൾ നിദ്ദിനെ ഉണ്ടാക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇവർ അള്ളാഹുവിന് കൊടുക്കേണ്ടത് മറ്റവർക്ക് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണെന്ത്? ഇവർ അവരെ ഇലാഹാക്കി മാറ്റി, അവരെ നിദ്ദാക്കി യഥാർത്ഥത്തിൽ മാറ്റിയിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ നമസ്കരിക്കുന്നു, വേറൊരാൾ കാണാൻ വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത്. കാണുന്ന ആളുകൾ മുഴുവൻ ഇലാഹുകളാണെന്ന് വിശ്വസിച്ചാലാണോ ഇവൻ ചെയ്യുന്ന ചെറിയ ശിർക്കാവുക? കാണുന്ന ആളുകളൊക്കെ ഇലാഹുകളാണ് എന്ന് വിശ്വസിച്ചാലല്ലോ ഇവൻ ചെയ്ത് ശിർക്കാവുക. അല്ലെങ്കിൽ എന്താണ് ഇവൻ ചെയ്ത് ചെറിയ ശിർക്കാണ്. ചില ആളുകൾ പറയുന്നത്, നാം ചെയ്യുന്ന ഇങ്ങനെയുള്ള ഇബാദാത്തുകൾ, ആരാധനകൾ അത് ശിർക്കായി മാറണമെങ്കിൽ നാം ഇത് ആരോടാണോ ചെയ്ത് അവരെല്ലാം ഞങ്ങളുടെ ഇലാഹുകളാണെന്ന് വിശ്വസിക്കണം. മുഹ്യിദ്ദീൻ ശൈഖ് ഞങ്ങളുടെ ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, അങ്ങനെ ദുആ ചെയ്താൽ മാത്രമേ അത് ശിർക്കാവൂ എന്നാണ് ചില ആളുകൾ പറയുക. ഒരാളോട് നമസ്കരിക്കുമ്പോൾ അവൻ കാണണം, അതുകൊണ്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് നമസ്കരിക്കുന്നു. അപ്പൊ അവൻ ഇലാഹാണെന്ന് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എന്താണ്? ശിർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു നിബന്ധന പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ഒന്നും ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ കൂടാതെ എന്ത് ചെയ്യുന്നു? ഒരു നിദ്ദിനോട് ദുആ ചെയ്തവനായ നിലയിലാണ് ഒരാൾ മരിച്ചത് എങ്കിൽ ദഖലന്നാർ, അവൻ എന്ത് ചെയ്തു? നരകത്തിൽ പ്രവേശിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്നിദ്ദു അഷ്ബീഹ്, നിദ് എന്ന് പറഞ്ഞാൽ സമൻ എന്നുള്ള അർത്ഥത്തിനാണ്, പകരക്കാരൻ എന്നുള്ള അർത്ഥത്തിനാണ്. ഫുലാനുൻ നിദ്ദു ഫുലാനിൻ, ഇന്നയാളുടെ നിദ്ദാണ് എന്ന് പറഞ്ഞാൽ അവന്റെ പകരക്കാരനാണ്. അത് അവന് കൊടുക്കേണ്ടത് എന്ത് ചെയ്യാം, ഇവനും കൊടുക്കാം എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടത് അവന് കൊടുത്തപ്പോൾ എന്തായി മാറി? അവനെ അള്ളാഹുവിന് പകരക്കാരനാക്കി, സമനാക്കി മാറ്റി എന്നർത്ഥം. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പാടില്ല? നിദ്ദുകളെ ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ സൃഷ്ടിച്ചത്, നിങ്ങളെ ഉടമപ്പെടുത്തിയത്, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും റബ്ബ്, നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് നൽകുന്നവൻ, ഭൂമിയിൽ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവൻ, ഇതെല്ലാം അള്ളാഹുവാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിദ് ഉണ്ടാക്കാൻ പാടില്ല. ഖുർആനിലെ ആദ്യത്തെ നിരോധനമാണത്. നിങ്ങൾ അള്ളാഹുവിന് സഹോദരന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഈ ഹദീസും ഈ ഹദീസും ഷിർക്കിന്റെ ഗൗരവത്തെ പഠിപ്പിക്കുന്നതാണ്. ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തവനായിക്കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ എന്തായി മാറി? അവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു കവിത ചില ഉലമാക്കൾ കൊണ്ടുവരുന്നുണ്ട്. വശിർകു ഫഹ്ദറു ഫശിർകുൻ ളാഹിറുൻ ദൽ ഖിസ്മു ലൈസ ബിഖാബിലിൽ ഗുഫ്റാനി, ഷിർക്കിനെ നിങ്ങൾ പേടിക്കണം. ഷിർക്ക്, പ്രകടമായ ഷിർക്കുണ്ട്, അതായത് വലിയ ഷിർക്ക്. അത് ആ ഇനം ഷിർക്ക് ലൈസ ബിഖാബിലിൽ ഗുഫ്റാൻ, ഒരിക്കലും ഇല്ല, പാപമോചനം ലഭിക്കപ്പെടാത്തതാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആയത്തില് ഷിർക്ക് ഒരിക്കലും പൊറുക്കപ്പെടുകയില്ല, അതല്ലാത്ത പൊറുക്കപ്പെടും. അതിൽ ചെറിയ ഷിർക്ക് പെടുമോ ഇല്ലേ? ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്നെ രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഷിർക്ക് അതിൽ പെടുകയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അപ്പൊ ഈ വാഹിറായ പ്രകടമായ ഷിർക്ക് അതെന്താണ്? അതൊരിക്കലും പാപമോചനം അതിന് നൽകപ്പെടുകയില്ല. അത് ചെയ്തിട്ട് എന്ത് ചെയ്താല്, തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ.
ഏതാണത്? വഹുവത്തിഖാദു നിദ്ദി ലിർറഹ്മാനി അയ്യൻ കാന മിൻ ഹജരിൻ വമിൻ ഇൻസാനി. റഹ്മാനായ അള്ളാഹുവിന് നിദ്ദിനെ ഉണ്ടാക്കലാണ്, സമനെ പകരക്കാരനെ ഉണ്ടാക്കലാണ്. അത് ഏതാകട്ടെ, കല്ലാകട്ടെ അല്ലെങ്കിൽ മനുഷ്യരാകട്ടെ. യദ്ഉഹു, അവരോട് ദുആ ചെയ്യുന്നു. ഔ യർജൂഹു, അല്ലെങ്കിൽ അവരിൽ പ്രതീക്ഷകൾ അർപ്പിക്കുന്നു. സുമ്മ യഖാഫുഹു, പിന്നെ അവരെ പേടിക്കുന്നു. വയുഹിബ്ബുഹു, സ്നേഹിക്കുന്നു. കമഹബ്ബത്തി ദയ്യാനി, അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ. അപ്പൊ ഇതിനാണ് പറയുക നിദ്ദിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹു വശിഅത, നബിയെ താങ്കളും അള്ളാഹുവും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കുകയാണോ, നിദ്ദാക്കുകയാണോ? ബൽ മാഷാ അല്ലാഹു വഹദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയേ എന്നെന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എന്താണ്? അള്ളാഹു അല്ലാത്തവരോട്, അള്ളാഹുവിന് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അത് ഷിർക്കുൻ അക്ബറാണ്, വലിയ ഷിർക്കാണ് എന്നെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തുകൊണ്ട്, അപ്പോൾ അവിടെ ദുആ എന്ന് ഉദ്ദേശിച്ച ദുആ മാത്രമല്ല, ഇബാദത്തുകൾ ഏതും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്തവനായ നിലയിൽ ഒരാൾ എന്ത് ചെയ്താൽ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. വീണ്ടും മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു, എപ്രകാരമാണ്? ലാ യുശ്രികു ബിഹി ഷൈഅൻ, ഒന്നിനെയും അള്ളാഹുവിനോട് കൂടെ പങ്കുചേർത്തിട്ടില്ല. അതായത് തൗഹീദിന്റെ മേലാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? മരിച്ചു പോകുന്നത്, ശിർക്ക് ചെയ്യാത്തവനായിട്ടാണ്. എന്നാൽ ദഖലൽ ജന്ന, അവൻ എന്ത് ചെയ്തിരിക്കുന്നു? സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വമൻ ലഖിയഹു യുശ്രികു ബിഹി ഷൈഅൻ ദഖലൻ നാർ, ആരെങ്കിലും ശിർക്ക് ചെയ്തവനായ നിലയിലാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ദഖലൻ നാർ, അവൻ എന്ത് ചെയ്തിരിക്കുന്നു? നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് കൂടിയിട്ടാണിത്. ആരെങ്കിലും ശിർക്ക് ചെയ്യാത്തവനായ നിലയിലാണ് എന്ത് ചെയ്തത്? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്, മരിക്കുന്നത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഒരുപക്ഷെ അവൻ വിചാരണ കൂടാതെ തൗഹീദ് തഹ്ഖീഖ് ചെയ്തവനാണെങ്കിൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അതല്ല എങ്കിൽ ഒരുപക്ഷെ അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് ശിക്ഷയേറ്റാൽ പോലും അവൻ എന്ത് ചെയ്തിരിക്കും? സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും എന്നുള്ളതാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, ഐ ലം യത്തഖിദ് മഅഹു ശരീകൻ ഫിൽ ഇലാഹിയ്യ, ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ ഉലൂഹിയ്യത്തിൽ, ആരാധനക്കുള്ളതായ അവകാശത്തിൽ അള്ളാഹുവിനോടുകൂടെ വേറൊരു ശരീക്കിനെയും അവൻ എന്ത് ചെയ്തിട്ടില്ല? ഉണ്ടാക്കിയിട്ടില്ല. അതായത് ആരാധനകൾ മുഴുവൻ അള്ളാഹുവിന് മാത്രമേ അവൻ കൊടുത്തിട്ടുള്ളൂ. വലാഫിൽ ഖൽഖി, അതുപോലെ തന്നെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിലും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്, ഉടമസ്ഥനും നിയന്താവുമെല്ലാം അള്ളാഹ് മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ എന്ത് ചെയ്തത്? മരണപ്പെട്ടത്. ലോകം നിയന്ത്രിക്കുന്നതിന് ഷെയ്ഖാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല. മക്ക മുശ്രിക്കുകൾ വരെയും എന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അതിനേക്കാൾ ഗുരുതരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷിർക്കിന്റെ വകഭേദങ്ങൾ ആധുനിക കാലത്ത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ വലാഫിൽ ഇബാദ, ഇബാദത്തിന്റെ കാര്യത്തിലും ഒരു പങ്കാളിയെയും സ്വീകരിക്കാത്തവനായ നിലയിലാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് ഇമാം ഖുർത്തുബി പറയുന്നു. എന്നിട്ട് പറയുന്നു, വമിനൽ മഅലൂമി മിന ശറഇ, ശരീഅത്തിൽ നിന്ന് അറിയപ്പെട്ട കാര്യമാണ്, അൽ മുജ്മഇ അലൈഹി ഇൻദ അഹ്ലി സുന്ന, അഹ്ലി സുന്നയുടെ അടുക്കൽ ഏകോപിച്ച അഭിപ്രായമാണ്, അന്ന മൻ മാത അലാ ദാലിക, ഇങ്ങനെ തൗഹീദിലായി കൊണ്ട് ഒരാൾ മരിച്ചാൽ ഫലാ ബുദ്ദ ലഹു മിൻ ദുഖൂലിൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതെ വഴിയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. വഇൻ ജറത അലൈഹി ഖബല ദാലിക അൻവാഉം മിനൽ അദാബി വൽ മിഹന, ചിലപ്പോൾ അതിനു മുമ്പ് അവന് ഏതെങ്കിലും ശിക്ഷകളോ പരീക്ഷണങ്ങളോ ഏൽക്കേണ്ടി വന്നാലും ശരി, സ്വർഗത്തിൽ പ്രവേശിക്കാതെ സാധ്യമല്ല, അവൻ എന്ത് ചെയ്തിരിക്കും? സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. വഅന്ന മൻ മാത അല ശിർക്കി, എന്നാൽ ആരെങ്കിലും ഷിർക്കിന്റെ മേലായിട്ടാണോ മരിക്കുന്നത്, ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയേയില്ല.
വലാ യനാലുഹു മിനല്ലാഹി റഹ്മ, അല്ലാഹുവിൽ നിന്ന് ഒരു കാരുണ്യവും അവൻ കരഗതമാക്കുകയില്ല. യുഖല്ലദു ഫിന്നാരി അബദൽ ആബാദ്, കാലാകാലം നരകത്തിന്റെ അവകാശിയായിട്ട് അവൻ എന്ത് ചെയ്യും? ശാശ്വതമാക്കപ്പെടും. മിൻ ഗൈരി ഇൻഖിതാഇ അദാബിൻ, ശിക്ഷയെ ഇടക്ക് മുറിക്കപ്പെടാത്ത നിലയിൽ നിരന്തരം ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. വലാ തസറു മിആമാദിൻ, ഒരു കാലത്തും അവശേഷിക്കാത്തതായ നിലക്കാത്തതായ രീതിയിൽ എന്ത് ചെയ്യും? അവന് ശിക്ഷകൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കും. ഏതാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ല പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞു, അമ്മാ ദുഖൂലുൽ മുശ്രിക്കിൻ നാറ ഫഹുവ അലാ ഉമൂമി ഫയദ്ഖുലുഹാ വയുഖല്ലദു ഫീഹാ, എന്നാൽ ഒരു മുശ്രിക്ക് നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അത് വ്യാപകമായ അർത്ഥത്തിൽ, അത് അവൻ എന്ത് ചെയ്യും? എല്ലാവരും നരകത്തിൽ നിരന്തരമായിട്ട് പ്രവേശിപ്പിക്കപ്പെടും, കാലാകാലം പ്രവേശിപ്പിക്കപ്പെടും. അവനതിൽ പ്രവേശിക്കുകയും അതിൽ ശാശ്വതനാക്കപ്പെടുകയും ചെയ്യും. അതിൽ അഹ്ലി കിതാബെന്നോ വലാ ഫർഖ ഫീഹി ബൈനൽ കിതാബിയിൽ യഹൂദിയ്യ വന്നസ്റാനി വബൈന അബദത്തിൽ ഔസാനി വസാഇരിൽ കഫറ, ജൂത നസാറാക്കളെന്നോ അതല്ലാത്ത വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരെന്നോ ഒന്നുമില്ല, വ്യത്യാസമില്ല എന്ന് നബവി റഹിമഹുല്ല പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഈ തെളിവുകൾ ഇത് വളരെ പ്രസക്തമായ ഗൗരവം നിറഞ്ഞിരിക്കുന്ന തെളിവുകളാണ്. ശിർക്കിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? കാര്യമായി പേടിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ പേടിക്കുകയും ജാഗ്രത പാലിക്കുകയും അതിന്റെ ഇനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും നിരന്തരം വായിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് മുസന്നിഫ് റഹിമഹുല്ല ഇതിന്റെ വ്യാഖ്യാനം എന്നുള്ള നിലയിൽ ഈ അധ്യായത്തിൽ നിന്ന് ചില ഫായിദകൾ, മസ്അലകൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ അൽ ഖൗഫു മിന ശിർക്കി, ശിർക്കിനെ പേടിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും, എമ്പാടും കാണാൻ സാധിക്കും. ഈ ആയാത്തുകളിലെല്ലാം അതാണ് പഠിപ്പിക്കുന്നത്. ശിർക്കിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല രീതിയിൽ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, അന്ന റിയാ മിന ശിർക്ക്, റിയാ എന്നുള്ളത് ശിർക്കിൽപ്പെട്ടതാണ്. ലോകമാന്യത, ആളുകളെ കാണിക്കാനുള്ള പ്രകടനപരത, അത് വിശ്വാസികൾ ശരിക്കും എന്ത് ചെയ്യേണ്ടതാണ്? ജാഗ്രതയോടെ കാണേണ്ട കാര്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് കഠിനമായ പ്രയത്നത്തിലൂടെ സാധിക്കുന്ന കാര്യമാണ്. എന്നത് ഇതുണ്ട്, ധാരാളം ഇമാമീങ്ങൾ, ഉലമാക്കൾ, അഇമ്മത്തുകൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. റിയായിൽ നിന്ന്, ചെറിയ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് കഠിനമായ പ്രയത്നം ആവശ്യമുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ മസല അതാണ്, റിയാ ശിർക്കിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനെന്ത് ചെയ്യേണ്ടതുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞതാണ്, നിങ്ങളുടെ മേൽ എന്ത് ചെയ്യുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുന്ന കാര്യമാണ് റിയാ, ചെറിയ ശിർക്ക് സംഭവിക്കും എന്നുള്ളതിനെ. മൂന്നാമത്തെ മസല അന്നഹു മിന ശിർക്കിൽ അസ്ഗർ, അത് ചെറിയ ശിർക്കിൽപ്പെട്ടതാണ്. അപ്പോൾ ശിർക്കാണ്, ചെറിയ ശിർക്കിൽപ്പെട്ടതാണ്, വലിയ ശിർക്കിൽപ്പെട്ടതല്ല. വലിയ ശിർക്കിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ള കാര്യമല്ല എന്നുള്ളതല്ല, പിന്നെന്താണ്? വളരെ ഗൗരവമുള്ള കാര്യമാണ്. വൻപാപങ്ങളെക്കാൾ മേലെ നിൽക്കുന്നത് തന്നെയാണ് എന്ത്? ചെറിയ ശിർക്ക് എന്നുള്ളത്. നാലാമത്തെ കാര്യം, അന്നഹു അഖ്വഫു മാ യുഖാഫു മിൻഹു അല സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മേൽ വരെയും ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യമാണെന്ത്? ചെറിയ ശിർക്ക്. ഈ പറയുന്ന റിയാ, കാരണം ഇത് സ്വഹാബികളോടാണ് പറഞ്ഞത്. സ്വഹാബികളാണ് ഈ ഉമ്മത്തിലെ സ്വാലിഹീങ്ങൾ, അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവര്. അപ്പൊ സ്വാലിഹീങ്ങളായ ആളുകളുടെ മേൽ വരെയും ഇത് സംഭവിക്കുമെന്ന് എന്ത് ചെയ്യപ്പെടുന്നു? ഭയപ്പെടുന്നു. അങ്ങനെയുള്ളൊരു കാര്യമാണ് റിയാ. അപ്പൊ പിന്നെ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല രീതിയിൽ ഗുരുതരമായി ഗൗരവത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു മസല, ഖുർബുൽ ജന്നത്തി വന്നാർ, സ്വർഗവും നരകവും എല്ലാം ഇതാ അടുത്തുണ്ട്. അത് വളരെ വിദൂരത്തല്ല. അത് എന്താണ്? ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തമല്ല, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമല്ല. മരണത്തോടെ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ട കാര്യം തന്നെയാണ്. ആരാണോ അള്ളാഹുവിനെ ശിർക്ക് ചെയ്യാത്തവനായ നിലയിൽ കണ്ടുമുട്ടുന്നത്, അവനിതാ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ശിർക്ക് ചെയ്തവനായിട്ടാണോ കണ്ടുമുട്ടുന്നത്, അവനിതാ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇത് അടുത്തു തന്നെയുണ്ട് എന്നുള്ള സന്ദേശം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹദീസുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, അൽ ജംഉ ബൈന ഖുർബിഹിമാ ഫി ഹദീസിൻ വാഹിദ്, ഒറ്റ ഹദീസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ സാമീപ്യത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഏഴാമത്തെ മസ്അല, അന്നഹു മൻ ലഖിയഹു ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന, ശിർക്ക് ചെയ്യാത്തവനായ നിലയിലാണ് ഒരാൾ
അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. ഒന്നുകിൽ ആദ്യമേ തന്നെ പ്രവേശിക്കും, അതല്ലെങ്കിൽ അവന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ ലഭിക്കപ്പെട്ടതിന് ശേഷം. വമൻ ലഖിയഹു യുശ്രികു ബിഹി ശൈഅൻ ദഖലന്നാർ, ആരെങ്കിലും ശിർക്ക് ചെയ്തവനായിട്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ എന്ത് ചെയ്യും? നരകത്തിലും പ്രവേശിച്ചു. വലൗ കാന മിൻ ആബദിൻ നാസി, അവൻ ജനങ്ങളിൽ ധാരാളം ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിൽ പോലും, എത്രയധികം ഇബാദത്തുകൾ ചെയ്തവനാണെങ്കിൽ പോലും ശിർക്ക് ചെയ്തവനാണോ എന്നാൽ എന്ത് ചെയ്യും? അവൻ നരകത്തിൽ പ്രവേശിക്കും എന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു മസ്അലത്തുൽ അദീമ, വളരെ ഗുരുതരമായ ഗൗരവമുള്ളൊരു മസ്അലയാണ്. സുആലുൽ ഖലീലി ലഹു വലിബനീഹി വിഖായത ഇബാദത്തിൽ അസ്നാം. ഖലീൽ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെയും തന്റെ മക്കളെയും സ്വനമകൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് സുരക്ഷിതത്വത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്? അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇത് വളരെ ഗൗരവപ്പെട്ടിരിക്കുന്ന ഒരു മസാലയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ തൗഹീദ് പഠിച്ചവരാണ്, കിതാബു തൗഹീദ് വായിച്ചവരാണ്. ഇത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നിർഭയരായിട്ടിരിക്കാൻ പാടില്ല. നമുക്ക് തന്നെ ധാരാളം സാക്ഷ്യങ്ങളുണ്ട്. പലപ്പോഴും പല ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, പ്രഭാതത്തിൽ മുഅ്മിനാകും, പ്രദോഷത്തിൽ കാഫിറാകുന്ന അവസ്ഥയുണ്ടാകും. വൈകുന്നേരം മുഅ്മിനാകുന്നു, രാവിലെ കാഫിറാകുന്ന അവസ്ഥ വരും ഈ ഉമ്മത്തിൽ. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പലപ്പോഴും തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയ ആളുകൾ വരെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വലിയ അപകടത്തിൽപ്പെട്ടു പോകുന്നത് നമ്മളെ കൺമുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ തൊട്ട് നിർഭയനാവുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇതിനെ പേടിച്ചുവെങ്കിൽ നാം എന്ത് ചെയ്യണം? അതിനേക്കാൾ ഗൗരവത്തിൽ പേടിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ത്? ഹിദായത്തും ളലാലത്തുമെല്ലാം. അപ്പോൾ 9ാമത്തെ കാര്യം മസല ഇഅ്തിബാറുഹു ബിഹാലിൽ അക്സരി ലിഖൗലിഹി. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം ഈ പ്രാർത്ഥനയുടെ ശേഷം തൊട്ടുടനെ ഇങ്ങനെയാണ് പറയുന്നത്: റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. റബ്ബേ, ഈ വിഗ്രഹങ്ങൾ, അസ്നാമുകൾ, ജനങ്ങളിൽ ധാരാളം ആളുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? വഴിതെറ്റിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാണ് ശേഷം പറയുന്നത്. അപ്പോൾ ജനങ്ങളിൽ ധാരാളം ആളുകൾ എന്തായിരിക്കും? ഈ പറയുന്ന വഴികേടിലായിരിക്കും. അപ്പോൾ എന്താണ്? തൗഹീദ് ഉള്ള ആളുകൾ കുറച്ചാൾക്കാരാണ്, ധാരാളം ആളുകൾ ഈ പറയുന്ന ശിർക്കിന്റെ ആളുകളാണ് എന്ന് കണ്ടിട്ട് നീ എന്ത് ചെയ്യേണ്ടതില്ല? വഞ്ചിക്കപ്പെട്ടു പോകേണ്ടതില്ല എന്നെന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ എന്താണ്? ഈ പറയുന്ന വഴികേടിന്റെ പിന്നാലെ ഉണ്ടാകും എന്ന് അതിൽ മനസ്സിലാക്കാം. 10ാമത്തെ ഫീഹി തഫ്സീറു ലാ ഇലാഹ ഇല്ലല്ലാഹ് കമാ ദക്കറഹുൽ ബുഖാരി. ഈ അധ്യായത്തിൽ എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറുണ്ട്, വിശദീകരണമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഒന്നിനെയും എന്ത് ചെയ്യാതിരിക്കുക? ഇബാദത്ത് ചെയ്യപ്പെടാതിരിക്കുക, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുക്കുക. ഇബാദത്തിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണെന്നുള്ളതാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹദീസിലുടനീളം എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. 11ാമത്തെ മസ്അല ഫളീലതു മൻ സലിമ മിനശ് ശിർക്കി. ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവന്റെ ശ്രേഷ്ഠത. ഇതാണ് അവസാനത്തെ മസ്അല. ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ശ്രേഷ്ഠനാണ്. അതും ഈ തെളിവുകളിലെല്ലാം വളരെ വ്യക്തമാണ്. ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞാൽ അവനാണ് സൗഭാഗ്യവാൻ. ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടുവോ, അവൻ എത്ര വലിയ പാപങ്ങൾ വേറെ ചെയ്തവനാണ് എങ്കിലും അവൻ എന്താണ്? ശ്രേഷ്ഠനാണ്. ഒരാൾ വ്യഭിചരിക്കാത്തവനാണ്, പലിശ വാങ്ങാത്തവനാണ്, അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാത്തവനാണ്, മദ്യപിക്കാത്തവനാണ്, അന്യ സ്ത്രീകളെ നോക്കുക പോലും ചെയ്യാത്തവനാണ്, പരമപരിശുദ്ധനായി നടക്കുന്നയാളാണ്, ധാരാളം ഇബാദാത്തുകൾ ചെയ്യുന്നവനാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? ശിർക്ക് ചെയ്യുന്നു. എന്നാൽ അവനാണ് ഏറ്റവും നികൃഷ്ടൻ, അവനാണ് ഏറ്റവും അപകടകാരി. അള്ളാഹുവിന്റെ മുന്നിൽ അവർ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. കാലാകാലം നരകത്തിന് അവകാശിയാണ് ശിർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ. ഒരാള് ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, അവനിൽ നിന്ന് വേറെ പാപങ്ങൾ എത്ര സംഭവിച്ചാൽ പോലും അവൻ എന്താണ്? സൗഭാഗ്യവാനാണ്, അവൻ രക്ഷപ്പെടുന്നവനാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണം നമ്മൾ ആദ്യം സൂചിപ്പിച്ചതാണ്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇബാദത്ത് അള്ളാഹുവിന് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നേരെ വിപരീതമായ കാര്യമാണെന്ത്? ശിർക്ക് എന്നുള്ളത്. അതുകൊണ്ട് അതിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിത ലക്ഷ്യത്തെ എന്ത് ചെയ്തു? പാടെ നിരാകരിച്ചവനാണ് അവൻ എന്നുള്ളതിനാലാണ് അത്ര ഗുരുതരമായ
കാര്യമായി മാറുന്നത്. ഇതാണ് 11ാമത്തെ മസ്അല. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ, പൊരുത്തത്തിൽ, തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നാം അവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.